പൊതുവെ ആളുകൾ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരും മനസ്സിലാക്കാൻ താല്പര്യമുള്ളൊരു സാധ്യത, ഹജ്ജ് ദിവസം എന്താണ് ഒരു ഹാജി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാവുന്നതാണ്. ഹജ്ജ് നമുക്കറിയാവുന്നത് പോലെ പിന്നെ ദുൽഹജ്ജ് ഹജ്ജിന്റെ കർമ്മങ്ങളെ പറ്റിയാണെങ്കിൽ ദുൽഹജ്ജ് 8 മുതലാണ് ഒരു ഹാജി പിന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അതിൻ്റെ അടുത്ത് തുടങ്ങും. എത്ര ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നിൽക്കുക? അത് കൂടി വരാം. അപ്പൊ അതായത് ദുൽഹജ്ജ് 8 മുതൽ ആരംഭിക്കുന്നു. ആ ദിവസത്തിന് യൗമു തർവിയ എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ ഹജ്ജിലെ പ്രവേശിക്കുമ്പോൾ പണ്ടത്തെ കാലത്തൊന്നും, കാരണം മരുഭൂമിയാണല്ലോ, വെള്ളമൊന്നുമില്ല. അപ്പോൾ ആളുകൾ വെള്ളമൊക്കെ ശേഖരിച്ച് വെച്ച് ആരാധനകളിലേക്ക് ഇബാദത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസം എന്നാണ് യൗമു തർവിയ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ദുൽഹജ്ജ് 9 യൗമു അറഫയാണ്. ഒന്നാണ് അറഫയിലെ സംഗമം. അന്ന് സൂര്യാസ്തമയത്തോടുകൂടി ആളുകൾ മുസ്തലിഫയിലേക്ക് പോയി മുസ്തലിഫയിൽ രാപ്പാർത്ത്, എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 10 പിറന്നല്ലോ, അന്നത്തെ സുബഹി നിസ്കാരം അവിടുന്ന് മുസ്ദലിഫയിൽ തന്നെ നിർവഹിച്ചു. പിന്നെ ആ ദുൽഹജ്ജ് 10 പറയുക യൗമുൻ നഹർ എന്നാണ്. അന്നാണ് ബലിയുടെ ദിനം. അന്നാണ് ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ഉണ്ടാവുക. പിന്നെ അതിലേക്ക് വരുമ്പോൾ ഒരു സംശയം, ദുൽഹജ്ജ് 8 തയ്യാറാകും, 9 മിനയിലേക്ക് എത്തണം. അല്ല, ദുൽഹജ്ജ് 8 ഹാജി താമസ സ്ഥലത്ത് നിന്ന് ഹജ്ജിന് വേണ്ട ഇഹ്റാമിന്റെ ഒരുക്കങ്ങളൊക്കെ വീണ്ടും ചെയ്ത് കുളിയൊക്കെ നടത്തി തയ്യാറാവണം. ഇഹ്റാമിൽ പ്രവേശിച്ച്, അത് ചിലപ്പം ദുൽഹജ്ജ് 8 എന്നുള്ളത്, കാരണം ദുൽഹജ്ജ് 8 തന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് പുറപ്പെട്ടാൽ അവിടെ എത്തുന്ന സമയമൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരാൾ മുൻകൂട്ടി ദുൽഹജ്ജ് 7 അന്ന് രാത്രി തന്നെ ഈ കമ്പനികൾ അവരുടെ ബസ്സൊക്കെ ഏർപ്പാടാക്കി ഹാജിയെ ദുൽഹജ്ജ് 8 അന്ന് തന്നെ മിനായിലെ ടെന്റിലേക്ക് എത്തിക്കും. കാരണം പിന്നെ അയാളുടെ താമസ സ്ഥലത്തുനിന്ന് അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, അള്ളാഹുവെ ഞാൻ ഹജ്ജിന് നിയ്യത്ത് വെച്ച് നിന്റെ മുമ്പിൽ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഇതാ ഹാജരാകുന്നു എന്ന് പറഞ്ഞ് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അന്ന് രാത്രി പോകാനായല്ലോ. ചിലപ്പോൾ അത് പിറ്റേന്ന് രാവിലെ ദുൽഹജ്ജ് 8 ബസ് വരുന്നുണ്ടാവുള്ളൂ. അതൊന്നും കുഴപ്പമുള്ള സംഗതിയല്ല, മുൻകൂട്ടി എത്തിയെന്നോ അല്ലെങ്കിൽ ആ ദിവസമാണ്. അപ്പം ദുൽഹജ്ജ് 8 അന്ന് മിനായിലെ ടെന്റിലെത്തിയാൽ അവിടെ അവർക്ക് ആ ഒരുക്കത്തിന്റെ ഭാഗം നിസ്കാരം ഉണ്ടല്ലോ. പക്ഷെ നിസ്കാരത്തിന് അവിടെ ഒരു രീതിയുണ്ട്. കാരണം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഹജ്ജ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കർമ്മവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജിന്റെ കാര്യത്തിൽ പ്രത്യേകം പറയുകയും ചെയ്തു, ഖുദു അന്നി മനാസിക്കക്കും, ഞാൻ എങ്ങനെയാണ് ഇതിന്റെ നുസുക്ക്, ഇതിന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ. ആ ഒരു വാക്ക് തന്നെയാണ് കേട്ടോ. ഇപ്പൊ സൗദി അതിന്റെ പോർട്ടലിനിട്ടത് നുസുക്കിൽ ഡൗൺലോഡ് ചെയ്യണം, നുസുക്ക് അടയ്ക്കപ്പെട്ടു പോയി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹാജിമാരുടെ ഡീറ്റെയിൽസുകൾ അതിൽ എൻട്രി ചെയ്യാൻ കഴിയാതെ വന്നെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനാസിക്കും, ഹജ്ജിന്റെ മനാസിക്കുൽ ഹജ്ജ് എന്ന് പറയാം, ഹജ്ജിന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ, അത് ഞാൻ എങ്ങനെയാണോ പഠിപ്പിച്ച ആ രൂപത്തിൽ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ദുൽഹജ്ജ് 8 അന്ന് ഒരു ഹാജി ഇഹ്റാമിൽ പ്രവേശിച്ച് മിനായിലെ ടെന്റിലെത്തിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നുള്ള നമസ്കാരങ്ങളാണ് പ്രധാനം. അപ്പോൾ അവർ ചെയ്യേണ്ടത് ളുഹറിന്റെ സമയത്ത് 4 റക്അത്ത് ളുഹർ നിസ്കരിക്കില്ല. കാരണം അത് ഖസ്റാക്കിയിട്ട് ജമ്മാക്കുന്നില്ല. ളുഹറിന്റെ സമയത്ത് 2 റക്അത്ത് ളുഹർ നിസ്കരിക്കുന്നു. അസറിന്റെ സമയത്ത് 2 റക്അത്ത് അസർ നമസ്കരിക്കുന്നു. മഗ്രിബിനെ ചുരുക്കുന്നില്ല, 3 തന്നെ നമസ്കരിക്കുന്നു. ഇശായിനെയും 4 നിസ്കരിക്കുന്നില്ല, 2 ചുരുക്കി നമസ്കരിക്കുന്നു. സുബിഹിയും 2 തന്നെ. അപ്പൊ 5 നേരത്തെ നമസ്കാരങ്ങൾ അതാത് സമയങ്ങളിൽ 4 റക്അത്തുള്ള നമസ്കാരത്തെ 2 റക്അത്തായിട്ട് ചുരുക്കി നമസ്കരിച്ച് അവിടുന്ന് പ്രാർത്ഥനകളിൽ കഴിയുക എന്നതാണ് ദുൽഹജ്ജ് 8 ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന പ്രധാനപ്പെട്ട കർമ്മം. ഇനി ദുൽഹജ്ജ് 9 അന്നാണ് പ്രധാനപ്പെട്ട ദിവസം. അതാണ് അറഫ സംഗമത്തിന്റെ ദിവസം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഹജ്ജു അറഫ, ഹജ്ജിൽ അറഫയിൽ സംഗമിക്കുക എന്നതാണ് ഹജ്ജ്. ഇതിന്റെ അർത്ഥം മറ്റ് കർമ്മങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല എന്നല്ല. പക്ഷെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അറഫ കിട്ടിയിരിക്കണം. അത് കിട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും സൗദി സർക്കാർ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ അറഫയിൽ പോയി നോക്കിയാൽ ജബലുർ റഹ്മ എന്ന് പറയുന്ന റഹ്മ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുൻവശത്ത് ഒരു കെട്ടിടം കാണാം. ആ കെട്ടിടത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ മുസ്തഷ്ഫ ജബലുർ റഹ്മ എന്നാണ്. ജബലുർ റഹ്മ ഹോസ്പിറ്റൽ എന്നാണ്. അതാണ് നമ്മൾ ഈ വാട്സപ്പിലൊക്കെ കാണുന്നത്. ആ ദിവസത്തിൽ മക്കയിലെയും മദീനയിലെയും രോഗികളായി പോയ ഹാജിമാരെ പോലും
അവർക്ക് അറഫ കിട്ടേണ്ടത് കൊണ്ട് പോലീസ് സംവിധാനത്തിൽ വരിവരിയായി ആംബുലൻസുകളിൽ കൊണ്ടുവന്ന് ഈ അറഫ ദിവസം ഈ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുവന്ന് കിടത്തും. അതെന്തിനാ? അവരുടെ ചികിത്സ അവിടെ തുടരുന്നു, ഒപ്പം അവർക്ക് അറഫ കിട്ടാനും അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് ഹാജിയെ അറഫ ദിവസം അറഫയിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അറഫയിൽ അവരെത്തുന്നു. അറഫയിൽ എത്തിയാൽ, അറഫ എന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വലിയ മൈതാനമാണ്. പക്ഷെ ചിലപ്പോൾ ഇപ്പൊ നമ്മൾ അവിടെ പോയി നോക്കിയാൽ ഒരു മൈതാനത്തിന്റെ വലിയ പ്രതീതിയൊന്നും അവിടെ കാണൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിലെ ഹജ്ജ് 33 ചന്ദ്രവർഷങ്ങൾക്കിടയിൽ 33 വർഷം കടന്നു പോകുന്നതിനിടയിൽ എല്ലാ ഋതുഭേദങ്ങളും കാലാവസ്ഥയുടെ അവസ്ഥകൾ അവിടെ വരും. കടുത്ത ചൂട് വരും, നമുക്ക് ഇവിടെ നിന്ന് സങ്കല്പിക്കാൻ കഴിയാത്ത കടുത്ത തണുപ്പ് വരും, മീഡിയം ഒരു മിത കാലാവസ്ഥ അവിടെ വന്നേക്കും. ഇപ്പൊക്കെ കടുത്ത ചൂടിലാണ് ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ ഹജ്ജിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ മിനായിലെ ടെന്റിലൊന്നും നമ്മൾ പുതച്ചിരിക്കുന്ന ഒരു തുണി പോലും നമുക്ക് അസഹനീയമായിട്ട് മാറും. അതുകൊണ്ടാണ് ഹാജിമാരൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ബസ്സിൽ ഈ സൗദി സർക്കാർ ഓരോ പാക്കറ്റുകൾ വെച്ചിട്ടുണ്ടാവും. അതിലൊരു മിനി ഫാനാണ് കഴിഞ്ഞ വർഷം കൊടുത്തത്. കാരണം അവർക്കറിയാം അത്രയും ചൂടാകുന്നതുകൊണ്ട് അത് നമുക്ക് ചാർജ് ചെയ്തല്ല, ഫാൻ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചാൽ ഓരോരുത്തർക്ക് ആശ്വാസമാകട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇപ്പം അത് മാറി ഒരു മിനി AC തന്നെ ചെറിയ കഴുത്തിലിടുന്ന സംവിധാനത്തിൽ അതിനുള്ള ഒരു ഉപകരണം തരുന്നു. 3 മണിക്കൂർ അത് പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വേണ്ടി വരാവുന്ന അത്രയും ചൂട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലം കൊടുത്താലല്ലാതെ ഇത് മുതലാകില്ല. അത്രയും ഒരു ഹാജിക്ക് ഒരു ക്ഷീണം വരുന്ന ഒരു സമയമായിരിക്കും അത്. എന്നാലും ഹാജിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ വിളിയാണ്, അത് കേട്ടേ പറ്റൂ. ഇനി ആ മാർഗത്തിൽ മരണപ്പെട്ടാലും സ്വർഗത്തിലേക്കാണ് ആ യാത്ര. അതുകൊണ്ടാണ് ഒരു ഹാജിയെ മറമാടുന്ന സമയത്ത് അയാളുടെ ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് അയച്ചിട്ട് വേറെ ഡ്രസ്സിലേക്ക് പൊതിയില്ല. നമ്മളിപ്പോൾ ഹറമിലൊക്കെ നിസ്കാരത്തിന് പോയി അതിനുശേഷം അവിടെ മയ്യത്ത് നമസ്കാരം ഉണ്ടാവും. അസ്സലാത്തു അലൽ അംവാതി യർഹമുക്കുമുല്ലാ എന്നാണ് അവിടെ അനൗൺസ് ചെയ്യുക. കുറേ മയ്യത്തുകളുണ്ട്, ഇതിനുള്ള നമസ്കാരം അവിടെ നടക്കുന്നു. അപ്പോൾ ആ മയ്യത്തുകൾ അവിടെ നിരത്തി വെച്ച സ്ഥലത്തേക്ക് ഇമാം വന്നിട്ടാണ് മയ്യത്ത് നിസ്കാരം നടക്കുക. അപ്പോൾ അതിൽ ചില ഹാജിമാരാണെങ്കിൽ, അതായത് ഇഹ്റാമിൽ പ്രവേശിച്ചവരാണെങ്കിൽ അവരുടെ ഈ മയ്യത്തിൻ്റെ മുഖം മൂടിയിട്ടുണ്ടാവില്ല, ഇഹ്റാമിൻ്റെ ഡ്രസ്സിലാണ് അവരവിടെ കിടത്തിയിട്ടുണ്ടാകുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന അത്രയും തീക്ഷ്ണമായ ഒരു സമയങ്ങളിൽ ഹജ്ജിൻ്റെ അറഫയിൽ അവർ സംഗമിക്കുന്നു. അപ്പോൾ അറഫയിൽ സംഗമിച്ച അവിടെ അവർക്ക് ചെയ്യാൻ, അറഫയിൽ ഒരു പള്ളിയുണ്ട്, അതിൻ്റെ പേരാണ് മസ്ജിദുൻ നമീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിനെ, അതാണ് ഹജ്ജത്തുൽ വിദ, ഒരൊറ്റ ഹജ്ജേ റസൂലുള്ളാഹി സ്വല്ലം ചെയ്തിട്ടുള്ളൂ. അതിനാണ് വിടവാങ്ങൽ ഹജ്ജ് എന്ന് പറയുന്നത്. ആ ഹജ്ജിൻ്റെ പശ്ചാത്തലത്തിലാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രഭാഷണം വന്നതും. അതാണ് ഖുതുബത്തു ഹജ്ജത്തുൽ വിദ, ഹജ്ജത്തുൽ വിദയിലെ പ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെടും. ഒരു പക്ഷേ ലോക ചരിത്രത്തിലെ മാനവരാശിയോട് നടത്തിയ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നൊക്കെ ചരിത്രം പറയുന്ന പ്രഭാഷണം കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഭാഷണം. അതിൻ്റെ ഒരു വിശുദ്ധിയെ പറ്റിയൊക്കെ പ്രവാചകൻ അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഏതാണ്? അപ്പോൾ അവർ പറയും ഭൂമിയിലെ മാലാഖമാർ ഭൂമിയിൽ ഇറങ്ങി വരുന്ന പകലാണെന്ന്, അറഫ ദിവസമാണ്. ഇതേതാണ് സ്ഥലം? ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണ്. ഭൂമുഖത്തെ ഒരു ആരാധനയ്ക്ക് വേണ്ടി സജ്ജമാകുന്ന മനുഷ്യരെല്ലാവരും കൂടി ലക്ഷക്കണക്കിന് മനുഷ്യർ സംഘടിക്കുന്ന ആ ഒരു വിശുദ്ധമായമാണ്. ഇതേതാണ് മാസം? യുദ്ധം നിഷിദ്ധമാക്കിയിരിക്കുന്ന പവിത്രമായ മാസമാണ്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ, ഈ മാസത്തിൻ്റെ, ഈ ദിനത്തിൻ്റെ, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത പോലെ മനുഷ്യരുടെ ജീവൻ പവിത്രമാണെന്ന് പ്രഖ്യാപിച്ച മണ്ണാണ്. നിങ്ങളുടെ രക്തം വിശുദ്ധമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്. നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്. ഒരാളുടെ സമ്പത്തിൻ്റെ മേൽ ടാങ്കറുകളിൽ ബോംബിടാൻ പാടില്ല. അങ്ങനെ മനുഷ്യർ പരസ്പരം നശിപ്പിക്കേണ്ടവരല്ല എന്ന വിശുദ്ധമായ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം. ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അറഫ ദിവസത്തിൽ അതുകൂടി ഒരു ഹാജി ഓർക്കുകയാണ്, എൻ്റെ പ്രവാചകൻ ജീവിതത്തിൻ്റെ വിശുദ്ധിയും മനുഷ്യാവകാശവും പ്രഖ്യാപിച്ച സ്ഥലത്ത് എന്നെ വിളിച്ചു ചേർത്തിരിക്കുന്നു എന്നിട്ട് പറയുന്ന ഒരുപാട് കാര്യം. അത് വേറെ വിഷയമാണ്, നമുക്ക് അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു വരുന്നത് അന്നത്തെ ദിവസം ഈ ളുഹറിൻ്റെ സമയത്ത് മസ്ജിദുൻ നമീറയിൽ നിന്ന് ബാങ്കും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഈ ഹജ്ജത്തുൽ വിദായിനെ അനുസ്മരിച്ചുകൊണ്ട് സൗദിയുടെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതന്റെ പ്രഭാഷണവും, അത് ലോകത്ത് പല ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെടും. ഇനി നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ ഒക്കെ അത് ലഭ്യമാവുകയും ചെയ്യും. പിന്നെ ഹാജിമാർ ഓരോ ടെന്റിലും അവരവരുടെ ഇമാമുമാർ, അമീറുമാർ അവർക്കുണ്ടെങ്കിൽ അവരും അവിടെ വെച്ച് ഒരു ഹജ്ജിൻ്റെ പ്രഭാഷണം, അറഫ പ്രഭാഷണം അവരും നിർവഹിക്കും.
ഉച്ച കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഈ ഉച്ചക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ളുഹർ നമസ്കാരവും അസർ നമസ്കാരവും ജമ്മും കസറുമായിട്ടാണ് അറഫയിൽ നിസ്കരിക്കുക. മിനായിൽ അങ്ങനെയല്ല, കസറ് മാത്രമേ ഉള്ളൂ. അറഫയിൽ ജമ്മും കസറുമായിട്ട് അവർക്ക് അവിടെ ആകെ നിർവഹിക്കാനുള്ള ഈ 2 നിസ്കാരമേ അറഫയിൽ ഉണ്ടാവുള്ളൂ. നിർവഹിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ടെന്റുകളിൽ നിന്ന്, അതല്ല ടെന്റിന് പുറത്തേക്ക് ഇറങ്ങാം, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജബലുർ റഹ്മയുടെ ഭാഗത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീങ്ങി അതിന്റെ താഴ്വാരത്ത് വെച്ച് കിബിലക്ക് നേരെ തിരിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്നതാണ്. ആ ഒരു ജബലുർ റഹ്മ കാണുമ്പോൾ അതിന്റെ മുകളിലൊരു സ്തൂപം എന്ന് പറയുന്നത് അതാണ് ആ മല എന്ന് തിരിച്ചറിയാനുള്ള സ്തൂപമാണ്, അതിന് അടയാളം മാത്രമാണ്. അതിന് മുകളിലോട്ട് ആളുകൾ അന്ന് കയറലൊന്നും ആ ഇബാദത്തിന്റെ ഭാഗമൊന്നുമല്ല. പിന്നെ ആളുകൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കേണ്ട എന്ന നിലക്ക് അവർ അതിന്റെ മുകളിൽ കയറി കുറെ പേര് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ താഴ്വാരത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു എന്നതാണ് അറഫയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷം തൊട്ട് സൂര്യാസ്തമയം വരെയുള്ള സമയത്താണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം കൂട്ടായിട്ടുള്ള പ്രാർത്ഥനകൾ ടെന്റുകളിൽ നടക്കും. ഹാജിമാര് പുറത്തേക്ക് ഇറങ്ങി നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ഇനി ഈ അറഫ എന്ന വാക്ക് എങ്ങനെയാണ് വന്നത് എന്നത് നമ്മൾ കൂട്ടത്തിൽ പറയേണ്ടതാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആദം നബി അലൈഹി സ്വലാമെ അള്ളാഹു സ്വർഗത്തിൽ താമസിപ്പിച്ചു, അതിനുശേഷം ഭൂമിയിലേക്ക് അയക്കുന്നു. ആ സന്ദർഭങ്ങളൊക്കെ വേദഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാം ആദ്യമായി ഭൂമിയിൽ വന്നത് അറഫയിലാണ് എന്നാണ്. ആദമിൻ്റെ ഇണയാകുന്ന ഹവ്വയും അവരും എത്തിപ്പെടുന്നത് ആദ്യമായിട്ട് ഈ അറഫ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദം ഹവ്വയോട് ചോദിച്ചു, അറഫ്തനി, നിനക്ക് എന്നെ മനസ്സിലായോ, ഞാൻ ആരാണെന്ന്? അപ്പോൾ ഹവ്വ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, സ്വർഗത്തിൽ എൻ്റെ ഇണയായി അള്ളാഹു തന്ന ആദമല്ല താങ്കൾ. അങ്ങനെ ഭൂമിയിൽ വെച്ച് മനുഷ്യർ കണ്ടുമുട്ടി തിരിച്ചറിഞ്ഞ, ഭൂമിയിൽ മനുഷ്യരുടെ സംഗമം, പുനഃസമാഗമം നടന്ന സ്ഥലം, തിരിച്ചറിവുണ്ടായ സ്ഥലം, കണ്ട് മനസ്സിലാക്കിയ സ്ഥലം, അതാണ് അറഫ എന്ന വാക്കിൻ്റെ പൊരുൾ എന്ന് ചില ചരിത്രകാരന്മാർ നിരീക്ഷിച്ചു. അതുകൊണ്ട് ഭൂമിയിൽ മനുഷ്യവാസം എവിടെയാണ് ആരംഭിച്ചത് എന്നതിന് ഇസ്ലാമികമായ ഒരു മറുപടി അത് അറഫയിൽ നിന്ന് ആരംഭിക്കുന്നു എന്നാണ്. രണ്ടാമത് അതിന് സാധ്യതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ജിദ്ദ എന്ന് പറയുന്ന പട്ടണം അത് ഒരു പുരാതന നഗരിയാണ് ജിദ്ദ. അപ്പൊ ജിദ്ദ എന്ന വാക്ക് ജദ്ദയിൽ നിന്ന്, ജദ് എന്ന് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ജദ്ദത്ത് എന്ന അറബിയിൽ പറഞ്ഞ ഗ്രാൻഡ് മദർ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വല്യുമ്മ. ഈ വല്യുമ്മ ആരാന്ന് ചോദിച്ചാൽ ഹവ്വ ബീവിയാണ്. അപ്പൊ ജിദ്ദയിലുള്ള ഒരു ഖബറിടത്തിൽ ഹാദിഹി മക്ബറത്തു ജദ്ദത്തുന ഹവ്വ, ഇത് നമ്മുടെ വല്യമ്മയാകുന്ന ഹവ്വയെ ഖബറടക്കിയ ഖബറിടം എന്ന് എഴുതി വെച്ചതും ചരിത്രത്തിലുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദമിൻ്റെ, കാരണം അള്ളാഹു സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിലേക്ക് പോകുക, നിങ്ങൾക്ക് എൻ്റെ സന്ദേശം വന്നു കിട്ടിയാൽ ഫഇമ്മ യഅ്തിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനുൻ. അതുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന ആദ്യത്തെ മനുഷ്യന് തന്നെ അവൻ്റെ ജീവിത മാർഗമായി അള്ളാഹു ദീനിനെ നൽകി. അതനുസരിച്ച് ആദം ജീവിച്ചു തുടങ്ങിയതും ഇസ്ലാമികമായ ജീവിതമാണ് മനുഷ്യൻ ഭൂമിയിൽ ആരംഭിച്ചത്. അതും മക്കയിൽ വെച്ചാണ്, അറഫയിൽ വെച്ചാണ്. നമുക്ക് ഈ ചരിത്രത്തിൽ ഇങ്ങനെ കൂട്ടി വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അറഫ എന്ന് പറയുന്നത് ഭൂമിയിൽ മനുഷ്യർ തിരിച്ചറിഞ്ഞ ആദ്യത്തെ സ്ഥലം. പിന്നെ ഇർഫ് എന്നതിൽ നിന്നാണ് വന്നത് എന്നൊരു കാഴ്ചപ്പാടുണ്ട് അറഫ എന്ന വാക്ക്. അപ്പൊ ഇർഫ് എന്ന് പറഞ്ഞാൽ സഹനം, ക്ഷമ എന്നൊക്കെയാണ്. ഏറ്റവും കൂടുതൽ ഒരു ഹാജിക്ക് വേണ്ടത് അത് തന്നെ ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് 200 പേരാണുള്ളത്. ഈ 200 പേരെ മിനായിലെ ടെന്റിൽ നിന്ന് അറഫയിലേക്ക് കൊണ്ടുപോകാൻ 4 ബസ്സുകൾ, ഒരു ബസ്സിൽ 50 പേരാണുള്ളതെങ്കിൽ അങ്ങനെയാണ് കയറി പോവുക. പക്ഷെ ഞങ്ങളുടെ ഹാജിമാർ കയറിയ ഒരു ബസ് അത് കറങ്ങി രാത്രിയിൽ അവരെ എടുക്കുന്നുണ്ട്, മിനായിലെ ടെന്റിൽ നിന്ന് എടുക്കുന്നുണ്ട് അറഫയിലേക്ക്. 12 മണിക്കൂറോളം എടുത്തിട്ടാണ് ഈ ഒരു 6 കിലോമീറ്റർ ഈ ബസ്സിന് ലക്ഷ്യസ്ഥാനത്ത് അറഫയിലെ ടെന്റിലേക്ക് എത്തിക്കാൻ എടുത്തത്. ഡ്രൈവറുടെ പോരായ്മയായിരിക്കാം, അതാണ് അതിലെ മുഖ്യ ഘടകം. ഡ്രൈവറുടെ പോരായ്മയാണ്. അയാൾക്കത് കാരണം അത് സീസൺ ഡ്രൈവർമാരായിരിക്കും ചിലപ്പോൾ ഈ വാഹനം ഓടിക്കുന്നത്. ഒരിടത്ത് അവർക്ക് തിരിയേണ്ട ഭാഗം മറഞ്ഞു പോയാൽ പിന്നെ കുറേ അകലങ്ങളിലേക്ക് ബസ് അകലുകയാണ് ചെയ്യുക.
പിന്നെ എവിടെയെങ്കിലും പോയിപ്പെട്ട് വീണ്ടും അയാൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഈ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ അന്നത്തെ ഒരു സുബിഹി നിസ്കരിക്കാൻ ഒരു ഹാജിക്ക് കഴിയുന്നില്ല. അയാൾക്ക് അസ്വസ്ഥതയ്ക്ക് പിന്നെ എന്തെങ്കിലും വേണം. പക്ഷെ അതിനൊക്കെ ഇസ്ലാമിൽ പരിഹാരമുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അയാൾ ആ ബസ്സിലിരുന്ന് അയാൾക്ക് എങ്ങനെയാണോ നിർവഹിക്കാൻ കഴിയും. വെള്ളം കിട്ടിയില്ല, തയമ്മം ചെയ്തിട്ട് ആ സീറ്റിലടിച്ച് തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ മതി. അള്ളാഹ്ക്ക് അറിയാലോ അയാളുടെ പ്രയാസം. ഇതാ ഒരു ഹാജിയെ പരീക്ഷിച്ചതാണെങ്കിലും അള്ളാഹു ഇയാൾ എന്തൊക്കെയാണ് അന്നേരം പിറുപിറുക്കുക, അള്ളാഹുവിനെ പറ്റി അയാൾക്ക് തോന്നുക, കൂടെയുള്ളവരെ പറ്റി തോന്നുക, ആ ഡ്രൈവറെ പറ്റി അക്ഷമനാകുക, ഒന്നും കാര്യമല്ല. അയാൾ മനഃപൂർവ്വം ചെയ്യല്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചു പോകുന്നു. അങ്ങനെ പൊരിഞ്ഞ വെയിലത്ത് ഒരുപാട് അകലത്തിൽ നിർത്തുന്നു. എന്നിട്ട് 11 മണിയാകുമ്പോഴാണ് ഇവർ ടെൻറ്റിലേക്ക് പകൽ കയറി വരുന്നത്. അപ്പോഴത്തേക്ക് ഹാജിക്ക് ക്ഷീണിക്കാനും അയാൾ ജീവിതത്തിൽ സ്വപ്നം കണ്ട അറഫയിൽ ഞാൻ സുബഹിക്ക് എത്തുന്നു എന്നതൊക്കെ പൊളിയുകയും ചെയ്യുന്ന സന്ദർഭമാണത്. അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണങ്ങളാക്കി മനസ്സിലാക്കി അങ്ങനെ അവിടെ എത്തിച്ചേരുള്ളൂ. ആ സഹനം അവർക്ക് വേണം. അതുകൊണ്ടായിരിക്കും എർഫ് എന്ന പദത്തിൽ നിന്ന് അറഫ എന്ന പദം ഉണ്ടായത്. പിന്നെ ഒരു അഭിപ്രായം കൂടി വന്നത് എഴുത്തറഫ എന്നതിൽ നിന്നാണ് അറഫ എന്ന പദം ഉണ്ടായത് എന്നാണ്. എഴുത്തറഫ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സ്ഥലം. ഒരു ഭൂമിയിൽ മനുഷ്യരുടെ ഏറ്റവും ആത്മാർത്ഥമായ കണ്ണുനീര് വീണ സ്ഥലം അത് അറഫയായിരിക്കും. അറഫയുടെ മണൽത്തരികളിൽ ഇന്നേ വരെയുള്ള ഓരോ ഹാജിയുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ കണ്ണുനീർ തുള്ളികൾ ഉണ്ടാവണം. ഓരോ ഹാജിക്കും ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞത്. ഈ അൽ ഹജ്ജു അറഫ എന്ന് പറയുന്ന ഹദീസിനെയും നമ്മൾ മനസ്സിലാക്കണം. ഇബാദത്തിനെ പറ്റി അദ്ദുആഉ ഹുവൽ ഇബാദ എന്നൊരു ഹദീസുണ്ട്. പ്രാർത്ഥനയാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഈ ദുആ മാത്രമാണ് ഇബാദത്ത് എന്നല്ല, ബാക്കിയൊക്കെ ഇബാദത്താണ്. പക്ഷെ അതിൻ്റെ കാമ്പ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് എന്നതുപോലെ ഹജ്ജിൽ വേറെ ഒരുപാട് കർമ്മങ്ങളുണ്ട്. അതിൻ്റെ കാമ്പെന്ന് പറയുന്നത് അറഫയിലെ ഈ സംഗമവും പ്രാർത്ഥനയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹജ്ജിൻ്റെ അനുഷ്ഠാനങ്ങൾ. ദുൽഹജ്ജ് 9 ഹാജി അറഫയിലെത്തുന്നു. ഈ കർമ്മങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകുന്നു. അപ്പോഴത്തേക്ക് സൂര്യാസ്തമയം ഉണ്ടാകുമ്പോൾ പിന്നെ 10ലേക്ക് നീങ്ങുകയാണല്ലോ. സൂര്യാസ്തമയം ദുൽഹജ്ജ് 10ലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഒരു ഹാജി അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകുന്ന സമയമാണ്. മുസ്ദലിഫയിൽ രാപ്പാർക്കണം. മബീത്തു ബി മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നതാണ്. അപ്പോൾ രാപ്പാർക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു മഗ്‌രിബിൻ്റെ സമയമായിരിക്കും. അപ്പോൾ ഒരു ഹാജി അസ്വസ്ഥനാകേണ്ടതില്ല. ഇന്നത്തെ ഒരു പവിത്രമായ പുണ്യദിനത്തിൽ എൻ്റെ മഗ്‌രിബിൻ്റെ സമയം പോലും തെറ്റുന്നുവല്ലോ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ സൂര്യാസ്തമയത്തിന് ശേഷം മതി അറഫ വിട്ട് മുസ്ദലിഫയിലേക്ക് വരാൻ. എന്നിട്ട് നിങ്ങൾ മുസ്ദലിഫയിൽ എപ്പോഴാണോ എത്തുന്നത്, അത് ചിലപ്പോൾ രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും പുലർച്ചെ എത്തുക. കാരണം ബസ്സുകൾ നീങ്ങി എത്തണമല്ലോ. അങ്ങനെ എത്തുന്ന സമയത്ത് അവിടെ ബാത്റൂമുകളുണ്ട്. അവിടെ പോയി ഒളു എടുത്ത് വന്ന് മഗ്‌രിബ് 3 അതിനുശേഷം ഇശാ 2 ജമ്മും കസറുമാക്കി മുസ്ദലിഫയിൽ നിന്നാണ് അയാളുടെ മഗ്‌രിബും ഇശാ നിസ്കരിക്കുന്നത്. പിന്നെ രാത്രിയിൽ അവിടെ കിടക്കുകയാണ്. അപ്പം മണ്ണിൽ ജനിച്ച മനുഷ്യ അവനെ മണ്ണിൽ കിടത്തുന്ന ഇബാദത്താണ്. കാരണം ഈ വീട്ടിൽ നമ്മൾക്ക് ആലോചിച്ചാൽ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ഓരോ ഹാജിയും പണക്കാരനും സമ്പന്നനും അവൻ്റെ വീട്, അവൻ്റെ റൂം, അവൻ്റെ AC, അവൻ്റെ പുതപ്പ്, എൻ്റെ റൂമിൽ വേറൊരാൾ വരാൻ പാടില്ല, ഞാൻ ഉറങ്ങുമ്പോൾ ഒരു ഒച്ചപ്പാടും കേൾക്കാൻ പാടില്ല, വാ മോനെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോയിട്ട് മണ്ണിൽ കിടത്തുകയാണ്. ഇതാണ് ജീവിതം. മണ്ണിൽ നിന്ന് ജനിച്ചവനെ മണ്ണിൽ ജീവിച്ചു പഠിക്കൂ, മണ്ണിലുള്ളവരോടൊപ്പം ജീവിക്കൂ എന്ന് പറഞ്ഞ് ഒരു ഹാജിയെ അത്രേ ഈ കർമ്മമുള്ളൂ. അല്ല, അത്രയാണ് ആ കർമ്മം. അല്ലാതെ അന്ന് അവിടെ കൂടുതൽ ചെല്ലുകയും പ്രാർത്ഥിക്കുകയൊക്കെ വേണം. അങ്ങനെ സുബഹിയുടെ നേരം വരെ ആ മണ്ണിൽ നക്ഷത്രങ്ങളെ നോക്കി കിടക്കുന്ന ഒരു ഇബാദത്താണ് മുസ്ദലിഫയിലെ രാപ്പാർ. അതേ സമയത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇസ്ലാം എപ്പോഴും ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, രോഗികൾക്കും. അതുകൊണ്ട് അവരവിടെ തന്നെ പിന്നെ രാത്രിയിൽ അവർക്ക് കഴിയണമെന്നില്ല. രോഗികളോ സ്ത്രീകളോ കുട്ടികളോ ആ വഴി അങ്ങ് പാസ് ചെയ്ത് പോയാൽ മതി എന്നൊരു ഇളവും അവർക്കുണ്ട്. പിന്നെ ഒരു ആശങ്ക മുസ്ദലിഫയായിട്ട് ബന്ധപ്പെട്ട് വരിക എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബസ്സുകൾ തുടക്കത്തിൽ വരുന്ന ബസ്സുകളിലൊക്കെ ഉള്ള ആളുകളെ പോലീസ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ വിട്ട് പോലീസുകാർ നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ നിയന്ത്രിച്ചാലല്ലേ ഇത് നടക്കുള്ളൂ. അപ്പം ബസ്സുകൾക്ക് ഇറക്കാൻ അവർ കണ്ടിട്ടുള്ള പാർക്കിംഗ് ഏരിയയിൽ ഇറക്കിയിട്ട് ആളുകൾ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി അവിടെ മുസ്ദലിഫയിൽ രാപ്പാർക്കാണ് ചെയ്യുക. ഏകദേശം ഫുള്ളായി എന്ന് അവർക്ക് തോന്നിയാൽ പിന്നെ ആ ബസ്സുകൾ അവിടെ നിർത്താൻ അവർ സമയം. കാരണം ബാക്കിൽ വരുന്ന ബസ്സുകളൊക്കെ ബ്ലോക്കാവും.
അപ്പം പോലീസ് കൈകൊണ്ട് അവരെ കടന്നു പോകാൻ ആവശ്യപ്പെടുക. അങ്ങനെ മുസ്ദലിഫയിൽ ഇറക്കാതെ, തീർത്ഥാടകരെ ഇറക്കാതെ ഒരു ബസ് കടന്നു പോയാൽ അത് പിന്നെ മിനയിലേക്ക് എത്തുക. മിനയിലെത്തിയ ഒരു ബസ്സിന് ഒരു കാരണവശാലും അവിടുന്ന് റിട്ടേൺ എടുത്ത് മുസ്ദലിഫയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഈ ഹാജിമാർ അസ്വസ്ഥരാകും. എന്താണ്, ഞങ്ങൾക്ക് മുസ്ദലിഫ കിട്ടിയിട്ടില്ല, രാത്രി കിടന്നിട്ടില്ല. അത്തരം ആളുകൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒരുപക്ഷെ മണിക്കൂറുകൾ ഈ ബസ് നീങ്ങാൻ വേണ്ടി അവര് മുസ്ദലിഫയിൽ ബസ്സിൽ ഇരുന്നിട്ടുണ്ടാവും. ആ ഇരുന്ന സമയമാണ് അവരുടെ മുസ്ദലിഫയിലുള്ള സംഗമം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി സമാധാനിക്കല് ഇതിൽ ഇത് ഞാൻ പറയുന്നത് ചിലപ്പോൾ ചില ഹാജിമാർ ഞങ്ങൾക്ക് മുസ്ദലിഫയിൽ ഇറങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന് അസ്വസ്ഥരാവാറുണ്ട്. ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു അവരുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അത് നിയമപരമായ വിഷയങ്ങളിലാണ് എല്ലാ ഹാജിമാരെയും അവിടെ ഇറക്കാൻ കഴിയുന്നത്. അപ്പോൾ ദുൽഹജ്ജ് 10 അന്ന് രാത്രിയിൽ അവരെല്ലാവരും ഇവിടെ മുസ്ദലിഫയിൽ രാപ്പാർത്തു. സുബിഹി അവിടെ തന്നെയാണ് നിസ്കരിക്കുക. മുസ്ദലിഫേൻ്റെ അന്ന് തന്നെ നിസ്കരിക്കും. കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലിയിരിക്കുമ്പോഴത്തേന് സൂര്യൻ്റെ ഉദയം ഉണ്ടാകും. അങ്ങനെ ദുൽഹജ്ജ് 10 അന്നാണ് ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈ പോയ 40 ദിവസങ്ങളിൽ ഹാജിക്ക് കൂടുതൽ ജാഗ്രത വേണ്ടത് ഈ ദുൽഹജ്ജ് 10 അന്നാണ്. അന്ന് അയാൾക്ക് ചേർത്ത് ചെയ്യുകയാണെങ്കിൽ 5 കർമ്മങ്ങളുണ്ട്. ആ 5 കർമ്മങ്ങളെ ഓരോ ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്നതാണ് ഉത്തമം. ഒന്നാമത്തെ കർമ്മം എന്ന് പറയുന്നത് മുസ്ദലിഫയിൽ നിന്ന് അയാൾ നടന്ന് ജംറയിലേക്കാണ് എത്തുക. ജംറ എന്ന് പറഞ്ഞാൽ കല്ലെറിയുന്ന സ്ഥലം. 3 ജംറകളുണ്ട്. ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ കുബ്ര എന്നും പറയും, ജംറത്തുൽ അഖബ എന്നും പറയും. അഖബ എന്നത് ആ സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ ആദ്യത്തെ ദിവസം ജംറത്തുൽ അഖബയിൽ മാത്രമേ 7 കല്ലുകൾ എറിയേണ്ടതുള്ളൂ. അത് മുസ്ദലിഫയിൽ നിന്ന് എടുക്കുന്നതാണ് ഉത്തമം. അവിടെയൊക്കെ കല്ലുകൾ ഇങ്ങനെ ചിതറി ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, അവിടെ എന്തിനും ഇപ്പോൾ എളുപ്പമാണ്. നിങ്ങൾക്ക് എറിയാനുള്ള കല്ലുകൾ വരെ പാക്കറ്റായിട്ട് അവിടെ വിതരണം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അതങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ പൈശാചികതയെ എറിയാനുള്ള കല്ലാണല്ലോ എടുക്കേണ്ടത്. അതുപോലും ഒരാൾ ഫ്രീ ആയി തന്നത് വാങ്ങേണ്ടതില്ല. സ്വന്തം പിശാചിനെ ജീവിതത്തിൽ നിന്ന് എറിഞ്ഞോടിക്കാൻ നീ മണ്ണിൽ കുനിഞ്ഞ് അവിടെ ഇരുന്ന് നിന്റെ കല്ല് പെറുക്കുക, അതാണ് ഉത്തമം. ഏതായിരുന്നാലും അങ്ങനെ മുസ്ദലിഫയിൽ നിന്ന് കിട്ടും. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, അത് മിനയിൽ നിന്ന് എടുത്താലും മതി. അയാൾക്ക് എറിയാനുള്ള കല്ല് 7 കല്ലുകൾ. ചില ആളുകൾക്ക് ഈ 7 കല്ല്. പിന്നെ ജംറയെ സംബന്ധിച്ച് നമുക്ക് പേടിക്കാനൊന്നും ഇന്നത്തെ കാലത്തില്ല. കാരണം സൗദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംവിധാനങ്ങളും വേണ്ട രൂപത്തിൽ വളരെ ശാസ്ത്രീയമായി ഒരുക്കിയിരിക്കുന്നു എന്നതാണ്. പണ്ട് കാലത്ത് നമ്മൾ ഈ ജംറയിൽ കല്ലെറിയുന്ന ഭാഗത്ത് കണ്ടിരുന്ന ഒരു സ്തൂപമായിരുന്നു. ഇപ്പൊ സ്തൂപല്ല, ഇപ്പൊ ഒരു ഫലകമാണ്, ഒരു വലിയ ഫലകമാണ്. ആ ഫലകത്തിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും അറിയാം, അപ്പുറത്തെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് എവിടെയാണോ പോലീസ് നിങ്ങളെ തിരിച്ചു വിടുന്നത്, അവിടുത്തെ സെക്യൂരിറ്റി വിഭാഗം നിങ്ങൾ ഏത് ഭാഗത്തേക്ക് അത് അവർക്കറിയാം എവിടേക്ക് വിടണമെന്ന്. അതുകൊണ്ട് എന്നോട് ചില ചോദ്യങ്ങളൊക്കെ വന്ന എന്താണെന്ന് വെച്ചാൽ, കല്ലെറിയുന്ന സമയത്ത് വലത്തെ ഭാഗത്ത് മിനയും ഇടത്തെ ഭാഗത്ത് ഹറമും ആകണം എന്നൊക്കെ. അത് ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ചില പണ്ഡിതങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. മറ്റേ സൈഡിൽ നിൽക്കുമ്പോൾ എതിർ സൈഡിലേക്കാണല്ലോ വരിക. ഇനി താഴത്തെ നിലയിലാണ് കിട്ടുന്നതെങ്കിൽ അവിടെയാണ് നമുക്ക് എറിയാൻ കഴിയുക. മുകളിലെ നിലയിലാണ് എറിയാൻ കഴിയുമെങ്കിൽ അങ്ങനെയാണ് എറിയാൻ കഴിയുക. അപ്പൊ ഞാൻ പറയുന്നത് ദുൽഹജ്ജ് 10 അന്ന് ജംറത്തുൽ അഖബയിൽ 7 കല്ലുകൾ വീതം ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, ആ കല്ല് എന്ന് പറയുന്നത് വളരെ ചെറിയ കല്ല് മതി. അവിടെ ഒരു വലിയ ബിലീസ് ഒന്നും ഇരിക്കുന്നില്ല. ആളുകളുടെ വിചാരം എന്താ പറഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയെ ബലിയർപ്പിക്കാൻ വേണ്ടി മിനായിലെ ഒരു മലയുടെ താഴ്വാരത്തേക്ക് കൊണ്ടുവന്നപ്പോൾ, അതും ഒരു ഹാജിക്ക് ഇന്ന് അവിടെ കാണാൻ കഴിയൂട്ടോ. മിനായിലെ ഒരു മലയിൽ, നമ്മുടെ പ്രത്യേകിച്ചും അവിടെയുള്ള ഖിതാറു മഷായിരിൽ മുഖദ്ദസ എന്ന് പറയാം, പുണ്യസ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന മെട്രോ ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിൻ്റെ മിനായിലെ ഒരു സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു മലയുടെ മുകളിൽ ഒരു ചെറിയ സ്തൂപം സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയെ ബലിയർത്തത് എന്നാണ് ചരിത്രം പറയുന്നത്, ഇന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പൊ അങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇബിലീസ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കല്ലെടുത്തിട്ട് ഇബിലീസിനെ ആട്ടി ഓടിച്ചു എന്നൊരു ചരിത്രമാണ് നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളത്. അതുകൊണ്ട് ആ ചരിത്രത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള കല്ലേറല്ല യഥാർത്ഥത്തിൽ. ഇത് ഹജ്ജിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു കല്ലേറ്, പിന്നെ ഒരു കർമ്മം വരുന്നത് സ്വന്തം ജീവിതത്തിൽ ഒരുപാട് പൈശാചികതകൾ പേറുന്ന ആളുകളാണ് ഓരോ മനുഷ്യരും. അപ്പോൾ അവിടെ കല്ലെറിയുന്നതിലൂടെ എൻ്റെ ജീവിതത്തിൽ എന്നെ വഴിതെറ്റിക്കാൻ, എന്നെ ജീവിതത്തിൻ്റെ അലസനാക്കി മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് പ്രതീകാത്മകമായി അവിടെ ജംറയിൽ കല്ലെറിയുകയാണ്. അപ്പോൾ ദുൽഹജ്ജ് 10 അന്ന് ആ കല്ലേറ് അയാൾ
നടത്തുന്നു. ഒറ്റ ജംറത്തുൽ അഖബയിൽ മാത്രം 7 കല്ലുകൾ എറിയുക. അതാണ് അന്നത്തെ ഒരു കർമ്മം. പിന്നെ രണ്ടാമത്തത് ബലിയറുക്കുക എന്നതാണ്. ബലിയറുക്കാൻ വേണമെങ്കിൽ ഒരു തീർത്ഥാടകൻ അവിടെ സൗദി സർക്കാർ നേരത്തെ പറഞ്ഞത് മസ്ലഹ് എന്ന് പറയും, അറവുശാലകളുണ്ട്, അവിടെ ചെന്ന് ബലിയർക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കായി അവിടെ പോയി ബലിയർക്കുക എന്നൊക്കെ പറയുന്നത് പ്രയാസമായതിനാൽ സൗദി സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ബലിക്ക് വേണ്ടി കൂപ്പണുകൾ ഏർപ്പെടുത്തി. ബംഗൽറാജി പോലുള്ള അൽറാജി ബാങ്കുകളൊക്കെ നിങ്ങൾ ഒരു ഹജ്ജ് തീർത്ഥാടകനാണെങ്കിൽ ഒരു ബലിക്ക് വേണ്ടി അവർ നിർണയിച്ചിട്ടുള്ള തുകയുണ്ടാവും. ഇപ്പോൾ 450 അല്ലെങ്കിൽ 500 സൗദി റിയാൽ. അത് നിങ്ങൾ അവിടെ കൊടുത്താൽ നിങ്ങളുടെ ബലിക്കുള്ള കാശ് നിങ്ങൾ ഏൽപ്പിച്ചു. പിന്നെ അവരുടെ ബാധ്യതയായിട്ട് മാറും, അത് അവർ നിർവഹിച്ചുകൊള്ളും, നമ്മൾ അതിനെ നോക്കേണ്ടതില്ല. അപ്പോൾ രണ്ടാമത്തെ കർമ്മം അന്ന് ദുൽഹജ്ജ് 10 അന്ന് ബലി എന്നതാണ്. ഇനി മൂന്നാമത് അയാൾക്ക് മുടിയെടുക്കുക എന്നതാണ്. അപ്പോൾ ഈ മുടിയെടുക്കുക എന്നത് അയാൾക്ക് ഈ 5 കർമ്മങ്ങളിൽ 2 പൂർത്തീകരിച്ച ഒരാൾക്ക് മൂന്നാമത്തെ കർമ്മമായിട്ട് മുടിയെടുക്കാം എന്ന് പറഞ്ഞാൽ അയാൾ തവാഫും ഹജ്ജിൻ്റെ തവാഫുൽ ഇഫാലയും ഹജ്ജിൻ്റെ സയും നടത്തുന്നതിന് മുമ്പും അയാൾക്ക് മുടിയെടുക്കാവുന്നതാണ്. നേരത്തെ എടുക്കാം. മുടി നേരത്തെ എടുക്കാം. ഈ 5 2 കഴിഞ്ഞാൽ അയാൾക്ക് മുടിയെടുക്കാം. പക്ഷെ സാധാരണഗതിയിൽ അധിക ആളുകൾ മുടിയെടുക്കാതെ ഈ ജംറയിൽ കല്ലെറിഞ്ഞാൽ അന്നത്തെ ദിവസം വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മുസ്ദലിഫയിൽ നിന്ന് മിനായിലെ ടെന്റ് കടന്നിട്ടാണ് ജംറ എന്ന് പറഞ്ഞ മിനായുടെ ഹർമിനോട് അടുത്ത ഭാഗത്താണ് കല്ലേറുള്ളത്. ടെന്റിന്റെ മധ്യത്തിലൂടെയുള്ള വഴിയിലൂടെയാണ് തീർത്ഥാടകർ നടന്ന് ജംറയിലേക്ക് എത്തേണ്ടത്. സ്വാഭാവികമായി ഒരാൾക്ക് തോന്നും, ഞാൻ എന്നോ അറഫയിലേക്ക് പോയതാണ്, എൻ്റെ അടുത്ത് ചെറിയൊരു ഭാണ്ഡമൊക്കെ ഉണ്ട്, ഇത് ഞാൻ എൻ്റെ ടെന്റിൽ വെച്ച് അവിടുന്ന് എന്തെങ്കിലും കഞ്ഞിയോ ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ കല്ലെറിയാൻ പോകട്ടെ എന്ന് വെക്കും. പക്ഷേ ഹജ്ജ് നടത്തിപ്പിൻ്റെ സംവിധാനങ്ങൾ വെച്ച് നോക്കിയാൽ, പ്രത്യേകിച്ചും ആ രാവിലത്തെ സമയമുണ്ടല്ലോ, രാവിലെ ഒരു 6 മണി തൊട്ട് ഒരു ഉച്ചയുടെ ഒരു 12-1 മണി വരെയുള്ള സമയം ഒരേ വഴിയിലൂടെ തീർത്ഥാടകരെ നടത്തിയിട്ടാണ് അവർ ജംറയിലേക്ക് എത്തിക്കുന്നത്. ആ സമയത്ത് കൈ വഴികളിലേക്ക് എന്ന് പറഞ്ഞാൽ മിനായുടെ നമ്പറുകളിലേക്ക് ഓരോ തീർത്ഥാടകനും ഈ മിനയുടെ അകത്ത് വെച്ച് ടെന്റുകൾക്കകത്ത് വെച്ച് തിരിഞ്ഞ് തൻ്റെ ടെന്റുകളിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ അവിടുത്തെ സംവിധാനം പൊട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ തീർത്ഥാടകനെയും അപ്പോൾ ടെന്റിലേക്ക് വിടില്ല. അത് നമ്മൾ എങ്ങനെ ഈ പോലീസിന്റെ ബാരിക്കേഡ് പൊട്ടിക്കാം എന്ന് തീരുമാനിച്ചാൽ നടക്കില്ല. അത് അവർക്ക് വിട്ടാൽ ആജിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഒരേ വഴിയിൽ തീർത്ഥാടകരെ ജംറയിലേക്ക് നടത്തുകയാണ് അവർ ചെയ്യുക. ആ സമയത്തൊക്കെ വളരെ മാന്യമായിട്ട് അവർ പെരുമാറുള്ളൂ. കുറച്ചൊക്കെ ക്രൂരത അല്ലേ എന്ന് നമുക്ക് തോന്നും. കാരണം എന്താ വെച്ചാൽ ഈ നടക്കുന്നവരുടെ ഘട്ടത്തിൽ അന്നൊരു 25 കിലോമീറ്റർ നടക്കുകയാണല്ലോ. അപ്പം നടക്കുന്നവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ പ്രായമുള്ളവരൊക്കെ ഉണ്ടാവും. അവർക്ക് നമ്മളിപ്പോൾ കൂടുതൽ നേരം നടത്തിയാൽ കുറച്ച് നേരം ഇരിക്കണം തോന്നും, പക്ഷെ അവിടെ ഇരിക്കാൻ കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം നിങ്ങൾ ഇരിക്കാൻ അല്ല ഞാൻ ഇരിക്കാൻ തീരുമാനിച്ചാൽ എൻ്റെ കൂടെ എന്തായിരുന്നാലും നമ്മൾ ഒന്നിച്ചാണല്ലോ പോകുന്നത്. 4-5 ആൾക്കാർ എന്നെ വട്ടളഞ്ഞ് നിൽക്കും, അല്ലെങ്കിൽ അവരും ഇരിക്കാൻ ശ്രമിക്കും. 4 ആൾ ഇരുന്നാൽ ഈ 4 ആളെ കണ്ടിട്ട് അപ്പുറത്ത് വേറെ 4 ആൾ ഇരിക്കും. അപ്പോൾ ഈ ഇരുത്തവും നടത്തവും ഒരിടത്ത് നടക്കൂല. അതാണ് സംഭവം. നല്ല കാര്യം തന്നെയാണ്, പക്ഷെ അതിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. ചിലയിടങ്ങളിലൊക്കെ ബാത്റൂമിനോട് ചേർന്ന് ഇരിക്കാനുള്ള സംവിധാനമുണ്ട്, പക്ഷെ ഒരാളെ ഇരുത്തിയാൽ എല്ലാവരും ഇരുത്തേണ്ടി വരും. അവിടെയാണ് ഹാജി കുഴഞ്ഞു പോകുന്നതും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മരണങ്ങൾ കണ്ടതൊക്കെ അതാണ്. കാരണം ഈ ചൂടത്ത് ഇരിക്കാൻ പോലും കഴിയാതെ ഒരു ഹാജി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ദിവസം സംഭവിക്കാം. അന്നത്തെ ദിവസം മാത്രമാണ് അത് സംഭവിക്കുന്നത്. ഇരിക്കട്ടെ, അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ അവർ ജംറയിലേക്ക് എത്തി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞെന്താ വെച്ചാൽ അന്ന് ടെന്റിലേക്ക് പോകാം എന്ന പ്രതീക്ഷ ഹാജിമാർക്ക് ഉണ്ടാവരുത്. മുസ്ദലിഫയിൽ നിന്ന് ടെന്റ് പോയിട്ട് ജംറയിലേക്ക് പോകാം, അത് സാധ്യത വളരെ കുറവാണ്. പറ്റുകയാണെങ്കിൽ ഓക്കെ. അപ്പം നേരെ പോയി ജംറയിൽ കല്ലെറിഞ്ഞു. പിന്നെ അയാൾ ഹറമിലേക്ക് വീണ്ടും നടക്കണം. ഹറമിലേക്ക് നടന്നെത്തിയാൽ പിന്നെ നമുക്ക് ഹജ്ജിൻ്റെ അപ്പോൾ അവിടെ നിസ്കാരം നടക്കേണ്ടപ്പോൾ ഉച്ച സമയത്ത് ലുഹറിൻ്റെ സമയത്താണ് ഹറമിലേക്ക് ദുൽഹജ്ജ് 10 അന്ന് എത്തുന്നതെങ്കിൽ ലുഹർ നിസ്കാരത്തിൽ പങ്കെടുക്കുക. അപ്പൊ അപ്പോഴത്തേക്ക് ഇനി ഗവൺമെന്റ് തലത്തിൽ വരുന്നവരാണെങ്കിലും പ്രൈവറ്റ് തലത്തിൽ വരുന്നവരാണെങ്കിലും അവരുടെ കയ്യിലുള്ള ഭക്ഷണവും പാനീയവും ഒക്കെ തീർന്നിട്ടുണ്ടാവും. ആ ഭാഗത്തൊക്കെ നടക്കുന്നിടത്ത് ഷോപ്പുകൾ ഉണ്ടാവും. ചില ആളുകൾ സെബീലായി ദൈവമാർഗത്തിൽ എന്ന നിലയ്ക്ക് ചിലപ്പം വെള്ളം തരുന്നതൊക്കെ നമുക്ക് ആർക്കും വാങ്ങാം. നല്ല പൊള്ളുന്ന ഒരു സമയമാണെങ്കിൽ അവർക്ക് ചെയ്യാവുന്നത് ആ ക്ലോക്ക് ടവറിൽ നമ്മൾ കാണുന്ന ഹറമിൻ്റെ മുൻവശത്തുള്ള ആ ക്ലോക്ക് ടവറിൻ്റെ 3ാമത്തെ ഫ്ലോർ എന്ന് പറയുന്നത് ഫുഡ് കോർട്ടാണ്. അപ്പോൾ ഒരു ഹാജിയുടെ കയ്യിൽ ഒരു 25, അതിൽ മലയാളികളൊക്കെ
നമ്മുടെ മലപ്പുറക്കാർ ഉൾപ്പെടെ ഷോപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം കിട്ടില്ലെങ്കിലും പടച്ചവനെ എവിടുന്ന ഒരു ഭക്ഷണം കിട്ടുക എന്ന് കരുതിയാൽ ആ ക്ലോക്ക് ടവറിലേക്ക് കയറിയാൽ മതി. അവിടുന്ന് ഒരു ഭക്ഷണം കൂടി കഴിച്ചാൽ ഒന്ന് കണ്ണിനൊരു തെളിച്ചം കിട്ടും. ഞാൻ ഈ നടത്തത്തിനിടയിൽ പല ഹാജിമാരും തളർന്നു വീഴുന്നത് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല. നിങ്ങളടുത്ത് ഭക്ഷണം ഇല്ലെങ്കിൽ കുറച്ച് കാശ് നിങ്ങൾ കരുതിയാൽ നിങ്ങൾക്ക് ആ ക്ലോക്ക് ടവറിലേക്ക് കയറിയാൽ അവിടുന്ന് ഭക്ഷണം കിട്ടും. ആ ഭക്ഷണമൊക്കെ കിട്ടിയാൽ അവിടുന്ന് തന്നെ ഒതെടുത്ത് വന്ന് പിന്നെ നമുക്ക് തവാഫ് ചെയ്യാം. തവാഫ് ചെയ്തതിന് ശേഷം നമ്മൾ സയ്യും പൂർത്തിയാക്കുമ്പോഴത്തേന് ഏകദേശം ഒരു 5 മണി ഒരു രാത്രിയുടെ ഒരു സമയമൊക്കെ ആവും. മിനയിലേക്ക് വാഹനം കിട്ടുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നടന്ന് അയാൾ ടെൻറ്റിലെത്താം. യഥാർത്ഥത്തിൽ ഈ ദുൽഹജ്ജ് 10 ഈ 5 കർമ്മങ്ങളാണ് ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ വാജിബായി ചെയ്യേണ്ട കാര്യങ്ങൾ, റുക്കുനായി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, വാജിബായി ചെയ്യുന്ന കാര്യങ്ങളും അതിലുണ്ട്. അത് കഴിഞ്ഞ് മിനയിലെത്തി പിന്നെ പിറ്റേന്നുള്ള 3 ദിവസങ്ങളിൽ കൂടി അവിടെ ഉണ്ടാകും ദിക്റുകളും ദുആകളും. നേരത്തെ പറഞ്ഞതുപോലെ അതത് സമയങ്ങളിലുള്ള നമസ്കാരങ്ങൾ ചുരുക്കിയും ഒക്കെ നിർവഹിക്കും. ഇനി അയ്യാമത്തെ അതാണ് ഞാൻ പറയുന്നത്. ഈ 3 ദിവസങ്ങളിൽ 2 കാര്യങ്ങളാണ് ഹാജിമാർ ചെയ്യുക. ഒന്ന്, ആ സമയങ്ങളിൽ അതത് സമയങ്ങളിൽ അവർ നമസ്കരിക്കും. പിന്നെ അവർക്ക് ജംറയിൽ കല്ലെറിയാം. നമസ്കാരം കസറാണ്. മിനയിൽ എപ്പോഴൊക്കെ ഉണ്ടോ ആ സമയങ്ങളൊക്കെ നമസ്കാരം കസറായിട്ട് നമ്മൾ നമസ്കരിക്കുന്നു. പിന്നെ നമുക്ക് ജംറയിൽ കല്ലെറിയാം. ജംറയിൽ കല്ലെറിയാൻ വേണ്ടി പോകാന്ന് പറഞ്ഞാൽ 3 ജംറകളിലും എറിയും 7 വീതം കല്ലുകൾ. ആ കല്ലുകളും നമുക്ക് മിനയിൽ നിന്ന് എടുത്താൽ മതി. ഇനി മുസ്ദലിഫ എന്ന് എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. ആ കല്ലുകൾ നമുക്ക് എടുത്താൽ മതി. ആ കല്ലുകളുമായിട്ട് നമ്മൾ പിന്നെ തക്ബീർ ചൊല്ലിക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. നമ്മളൊക്കെ പ്രൈവറ്റൊക്കെ ആകുമ്പോൾ ഗ്രൂപ്പുകൾ ഒരാൾ ചൊല്ലിക്കൊടുത്ത് ഒരു വലിയൊരു ആത്മീയതയുടെ സന്ദർഭമാണത്. പോലീസുകാരും അതിൻ്റെ കൂടെ നമ്മളോട് ആംഗ്യം കാണിച്ച് ഹാജി നീങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ജംറയിൽ നമ്മൾ എത്തിയാൽ ജംറത്തുൽ ഊലയിൽ ആദ്യം 7 കല്ലുകൾ എറിയാണ് ചെയ്യുക. ഇതിനാണ് അയ്യാമുത്ത ശരീക്കിൻ്റെ ദിവസം എന്ന് പറയുന്നത്. 10 കഴിഞ്ഞ് 11, 12, 13 ദിവസങ്ങളിൽ. അപ്പോൾ അയ്യാമത്തെ ശരീക്കിൻ്റെ ആദ്യത്തെ 11 അന്നാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ എത്തി ജംറത്തുൽ ഊലയിൽ 7 കല്ലുകൾ വീതം എറിഞ്ഞ് കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് കിബിലക്ക് നേരെ നമുക്ക് അവിടുന്ന് പ്രാർത്ഥിക്കാം. അതും സുന്നത്താണ്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ജംറൻ്റെ അടുത്തേക്ക് ജംറത്തുൽ ഊല ജംറത്തു വുസ്തയിലേക്ക് എത്തി, മധ്യത്തിലുള്ള അവിടേക്ക് എത്തി അവിടെയും കല്ലേറ് നടത്തി അപ്പുറത്തേക്ക് മാറി നിന്ന് പ്രാർത്ഥിക്കാം. അത് സുന്നത്താണ്. പ്രാർത്ഥിച്ച് പിന്നെ ജംറത്തുൽ കുബ്ര അല്ലെങ്കിൽ ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞാൽ ടു മിന എന്നിങ്ങനെ ബോർഡ് കാണിച്ചിട്ടുണ്ടാവും. 3ാമത്തെ കല്ലേറ് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാൻ നിൽക്കേണ്ടതില്ല. കാരണം ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3ാമത്തെ ഏറിന് ശേഷം അവിടെ നിന്ന് പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നില്ല. കാരണം അവിടെ തിരക്ക് വരാൻ റസൂൽ അങ്ങനെ ആയിരിക്കും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അത് ചെയ്ത് മിനായിലേക്ക് തന്നെ നമ്മൾ തക്ബീർ ചൊല്ലി തിരിച്ച് ഇങ്ങനെ പോരും. പിന്നെ ആ മിനായിലെ ആ ഖബർ പോലെയുള്ള ടെൻറ്റിൽ വീണ്ടും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിയും. 12 ഇതേ രൂപത്തിൽ തന്നെ പോയി കല്ലേറുകൾ നടത്തും. 2 ദിവസം എറിഞ്ഞാൽ മതി, 3 ദിവസം തന്നെ വേണമെന്നില്ല. വമൻ തജ്ജല ഫി യൗമൈനി എന്ന് ഖുർആൻ പറയാം. 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കി ധൃതിയിൽ പോരുന്നവർക്ക് കുഴപ്പമില്ല. പിന്നെ ഹജ്ജിനെ സംബന്ധിച്ച് പറയുന്നിടത്താണ് ഖുർആനിൽ എല്ലാ സ്ഥലത്തും ഫലാ ജുനാഹ അലൈക്കും, നിങ്ങൾ അങ്ങനെ ചെയ്തു പോയാൽ പ്രശ്നമില്ല എന്ന്. ആ ഒരു വിശാലത കാണിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഇത് കെട്ടിക്കൊടുക്കാണ്, സങ്കീർണമാണ്, ഞാൻ അങ്ങനെ ചെയ്തു പോയത് തെറ്റാകുമോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ റുക്കിനുകളും വാജിബുകളും ഷർത്തുകളും പാലിക്കേണ്ട എന്നല്ല, ഒന്ന് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിപ്പോയാൽ പ്രശ്നമില്ല എന്ന് ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 2 ദിവസം ഏറെ നടത്തി പിരിഞ്ഞു പോരാണെങ്കിൽ അവർ മഗ്‌രിബിന്റെ മുമ്പ് മിന വിട്ടു പോരണം. 2ാമത്തെ ദിവസത്തെ ഏറും കഴിഞ്ഞ് മഗ്‌രിബിന്റെ മുമ്പ് മിന വിട്ടു പോകണം. അല്ലെങ്കിൽ പിന്നെ രാത്രിയൊക്കെ ആയിപ്പോയാൽ 3ാമത്തെ ദിവസം കൂടി അവിടെ നിൽക്കണം. എന്നിട്ട് അയാൾ കല്ലേറ് പൂർത്തീകരിച്ചതിന് ശേഷം മിന വിട്ട് പോരുന്നത്. അത് 3ാമത്തെ ദിവസമാണെങ്കിലും മഗ്‌രിബിന് മുമ്പായിട്ട് അല്ല, 3ാമത്തെ ദിവസത്തിന് ആ വിഷയമല്ല. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പഠനം നടന്നതാണ് ഈ കല്ലേറിന്റെ സമയം ഏതാണ് എന്നാണ്. അപ്പൊ അത് സവാൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയതോടെ ഗുറൂബ്, സൂര്യാസ്തമയത്തിന് മുമ്പ് എറിയണം എന്നാണ്. അങ്ങനെ ഹദീസിലുണ്ട്. പക്ഷെ ആ പറഞ്ഞതിന്റെ അർത്ഥം ഇന്നത്തെ കാലത്ത് ഒരുപാട് ഡോക്ടർ യൂസുൽ കർലാവി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ആ ഒരു സമയം ഇതിനെപ്പറ്റി പ്രത്യേകമായ കിതാബുകളൊക്കെ ഫിഖ് ഗ്രന്ഥങ്ങളും നമ്മളുടെ തന്നെ കൂട്ടത്തിൽ പല സഹോദരങ്ങളെ ഇറക്കിയതൊക്കെ നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ അതിനെപ്പറ്റി അവർ പറഞ്ഞത് സൗദി സർക്കാർ അങ്ങനെ മാത്രമല്ല സമയം വെച്ചിരിക്കുന്നത്, ഏത് സമയത്തും, കാരണം അങ്ങനെ നിയന്ത്രിച്ചാൽ അത് പൂർണ്ണമായി തീരുള്ളൂ. അവർ തരുന്ന സമയത്തിന് മുത്തവഫുമാർ ചിലപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗൈഡിനൊക്കെ കൂടെ നമ്മുടെ മുത്തവഫിൻ്റെ നമ്പറൊക്കെ പിടിച്ചുകൊണ്ട് ഒരാൾ വരികയും ചെയ്യും. ചിലപ്പോൾ അവരങ്ങനെ അയച്ചു തരും സംഘങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ ഇങ്ങനെ 3 ദിവസത്തെ, അപ്പോൾ ദുൽഹജ്ജ് 8, 9, 10 പിന്നെ അയ്യാമത്തെ ശരീക്കിൻ്റെ ദിവസം. അപ്പോൾ 5 ദിവസം 6 ദിവസങ്ങൾ കൊണ്ട് ഈ കർമ്മങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ. എപ്പോഴാണ് ഈ ഹജ്ജ് അവസാനിക്കുക? ഒരാൾ അവസാനിക്കുന്നത് അവസാനിക്കുന്നത് മിനായിൽ നിന്ന് പിരിഞ്ഞ് അയാളുടെ താമസ സ്ഥലത്തേക്ക് പോരും. പിന്നെ അയാൾക്ക് ഒരു കർമ്മം കൂടി ബാക്കിയുണ്ട്. മുടിയെടുക്കുക എന്നത് ഒന്നുകിൽ ആ 10ന്റെ അന്ന് തന്നെ അയാൾക്ക് എടുക്കാം, ഈ 2 കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം. അതല്ലെങ്കിൽ അയാൾ തവാഫുൽ ഇഫാലയും സഅയും നടത്തിയിട്ട് അന്ന് തന്നെ രാത്രിയിൽ മുടിയെടുക്കും, അതോടുകൂടി കഴിയും. പിന്നെ ഈ തവാഫുൽ ഇഫാലയും സഅയും അന്ന് ഒരാൾക്ക് നടത്താൻ കഴിയില്ലെങ്കിൽ അത് പിന്നീടുള്ള ദിവസങ്ങളിൽ നടത്തിയാലും മതി. പിന്നെ അയാൾക്ക് ഒരു കർമ്മം കൂടി ഹജ്ജിന്റെ വാജിബായിട്ടുണ്ട്. അത് പിന്നെ അയാൾ ലാസ്റ്റ് പോരുന്ന സമയത്ത് അത് ചെയ്യുന്നുള്ളൂ. അത് പിന്നെ തവാഫുൽ വിദാ ആണ്. വിദായിന്റെ തവാഫ് ചെയ്യാം, വിടവാങ്ങൽ തവാഫ് നടത്തണം. തവാഫൊക്കെ ഒരേ രൂപത്തിൽ തന്നെ ആയിരിക്കും, പക്ഷെ അതിൻ്റെ നെയ്യത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ തവാഫുൽ വിദാ നിർവഹിക്കുന്ന എന്ന നെയ്യത്തോടു കൂടിയായിരിക്കും അയാൾ അത് ചെയ്യുക. 7 തവണ തവാഫ് ചെയ്തതിന് ശേഷം പിന്നെ മഖാം ഇബ്രാഹിമിൻ്റെ പിറകിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കും. അപ്പോൾ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദു മോദിയിട്ടാണ് നമസ്കാരം ഉണ്ടാകുക. അതിനുശേഷം സംസം കൂടി കുടിച്ച് പ്രാർത്ഥിച്ച് കാബയോട് വിട പറഞ്ഞ് പോന്ന് നാട്ടിലേക്കുള്ള, അല്ലെങ്കിൽ മദീനയിലേക്ക് പോകാൻ. പിന്നെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജി മടങ്ങുന്നുണ്ടാവില്ല, മദീന എയർപോർട്ട് വഴിയായിരിക്കും നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവസാനമായിട്ട് കാബ വിട്ട് പോരുന്നേരം ചെയ്യുന്ന തവാഫാണ് തവാഫുൽ വിദാ. അത് ഹജ്ജിൻ്റെ വാജിബാണ്. അതുകൂടി നിർവഹിക്കുന്നതോടുകൂടി പൂർണ്ണമായും വളരെ സംതൃപ്തമായി ഹാജി അയാളുടെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടാകും. ഈ തവാഫുൽ വിദായോട് കൂടിയാണ് ഹജ്ജ് അവസാനിക്കുന്നത്.